ഫസ്റ്റ് കാണിക്കുന്ന ഡാർക്ക് ഗ്രേപ്പ് കളറിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഇതുപോലെ റെഡും ഓഫ് വൈറ്റും ഒക്കെ കൂടിയിട്ടുള്ള പ്രിന്റാണ്. പാനൽ ഡിസൈൻ പോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. രണ്ട് സൈഡിലും ഇങ്ങനെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ബാക്കിലും സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ. 44-45 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ദുപ്പട്ട വന്നിട്ടുള്ളത് സോഫ്റ്റ് റയോൺ തന്നെയാണ് കേട്ടോ. സെൻട്രൽ ഡിസൈൻ ഇങ്ങനെയാണ്. നല്ല ഡാർക്ക് ഗ്രേപ്പ് കളറിൽ റെഡും ഓഫ് വൈറ്റും ഒക്കെ കൂടിയിട്ടുള്ള പ്രിന്റാണ്. താഴെ രണ്ട് സൈഡിലും ഈ ഡിസൈനാണ്. നല്ല വിടുത്തുള്ള ദുപ്പട്ടയാണ് കേട്ടോ. 2.25 ആണ് ലെങ്ത്. ബോട്ടം വന്നിട്ടുള്ളത് റയോണിൽ തന്നെയാണ്. ബോട്ടത്തിന്റെ പ്രിന്റ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇതുകൊണ്ടും ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. റേറ്റ് 790, 790. അടുത്ത് നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ. ഇങ്ങനെയാണ് പാനൽ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡിസൈൻ വന്നിട്ടുള്ളത് ഇതുപോലെയാണ്. ബാക്കിലും സെയിം പ്രിന്റ് തന്നെയാണ്. സോഫ്റ്റ് റയോൺ ആണ് മെറ്റീരിയൽ. 44-45 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത്. ദുപ്പട്ട റയോണിൽ തന്നെയാണ് കേട്ടോ. ദുപ്പട്ടയുടെ ഡിസൈൻ ഇതുപോലെയാണ്. നല്ല ഡാർക്ക് റെഡ് ആണ് കേട്ടോ. നമുക്ക് ഡെയിലി വെയറിനും ഓഫീസ് വെയറിനൊക്കെ നല്ലൊരു മെറ്റീരിയലാണ്. 2.25 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട. ബോട്ടം റയോണിൽ തന്നെയാണ്. ഇങ്ങനെയാണ് കേട്ടോ ബോട്ടത്തിന്റെ. റയോണിന് അടുത്ത് വന്നിട്ടുള്ള ഒരു ഗ്രേപ്പും മെറൂണും കൂടിയിട്ടുള്ള ഒരു കളറാണ്. അതിലും ഓഫ് വൈറ്റും ബ്ലാക്കും കൂടിയിട്ടുള്ള ഡിസൈൻ. ഇങ്ങനെയാണ് കേട്ടോ. ഒരു ലൈറ്റ് ചിക്കു ഷെയ്ഡാണ് കേട്ടോ. ബാക്കിലും സെയിം തന്നെയാണ്. സോഫ്റ്റ് റയോൺ ആണ്. ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. വണ്ണം കുറവൊക്കെ തോന്നിക്കും. 44-45 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത്. ഡെയിലി വെയറിന് ബെസ്റ്റ് ആണ് കേട്ടോ. ദുപ്പട്ട വന്നിട്ടുള്ളത് റയോണിൽ തന്നെയാണ്. താഴെ ഡിസൈൻ ഇതുപോലെയാണ് കേട്ടോ. 2.2 ആണ് ലെങ്ത്. ബോട്ടം വന്നിട്ടുള്ളത് സെയിം ഡിസൈൻ. ഇങ്ങനെയാണ് കേട്ടോ ബോട്ടത്തിലെ ഡിസൈൻ. റയോണിൽ തന്നെ.